എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് രാക്ഷസിയായി മാറിയ യക്ഷി. സുകേതു എന്നൊരു യക്ഷൻ ഉണ്ടായിരുന്നു. അയാൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ദുഃഖിതനായ അയാൾ ബ്രഹ്മാവിനെ തപസ് ചെയ്തു തുടങ്ങി. കുറേ കാലം കഴിഞ്ഞ് ബ്രഹ്മാവ് അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നിനക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. സുകേതു ബ്രഹ്മദേവനെ നമസ്കരിച്ച് പ്രാർത്ഥിച്ചു. ദേവ, എനിക്ക് കുട്ടികളില്ല. ബലവും വീര്യവുമുള്ള ഒരു കുഞ്ഞുണ്ടാവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം. ബ്രഹ്മാവ് അനുഗ്രഹിച്ചു. ശരി, അങ്ങനെയാകട്ടെ. നിനക്ക് സുന്ദരിയായ ഒരു മകളുണ്ടാവും. അവൾക്ക് 1000 ആനകളുടെ ബലമുണ്ടായിരിക്കും. മകനുണ്ടാവണമെന്നാണ് സുകേതു ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ബലിഷ്ഠയായ ഒരു മകളുണ്ടാവുമെന്ന വരം കിട്ടിയപ്പോൾ അയാൾ തൃപ്തിപ്പെട്ടു. താമസിയാതെ സുകേതുവിന് സുന്ദരിയും ശക്തിയുമായ ഒരു പെൺകുട്ടിയുണ്ടായി. അയാൾ അവൾക്ക് താടക എന്ന് പേരിട്ടു. താടക വളർന്ന് പ്രായം തികഞ്ഞപ്പോൾ സുകേതു അവളെ ധർദൻ എന്ന യക്ഷൻ്റെ മകനായ സുന്ദന് വിവാഹം ചെയ്തു കൊടുത്തു. കുറേ കാലം കഴിഞ്ഞ് താടകയ്ക്ക് മാരീചൻ എന്നൊരു മകൻ ജനിച്ചു. മാരീചനും അമ്മയെപ്പോലെ ശക്തനും ആരോടും തോൽക്കാത്തവനുമായിരുന്നു. ഒരിക്കൽ സുന്ദൻ കാട്ടിലൂടെ നടന്നപ്പോൾ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമം കണ്ടു. അയാൾ ആശ്രമം നശിപ്പിക്കാൻ തുടങ്ങി. അഗസ്ത്യമുനി ആശ്രമത്തിനു പുറത്തു വന്ന് സുന്ദനെ കണ്ടപ്പോൾ ശപിച്ചു, നീ ഭസ്മമായി പോകട്ടെ. ഉടൻ സുന്ദൻ ഒരു ചാമ്പൽ കുന്നായി മാറി. വിവരമറിഞ്ഞ് താടക ദുഃഖത്തോടും കോപത്തോടും കൂടി മകനെയും വിളിച്ചുകൊണ്ട് അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലേക്ക് ചെന്നു. അവൾ വസ്ത്രമൊന്നും ഉടുക്കാതെ പാട്ടും പാടിക്കൊണ്ട് മുനിയുടെ നേരെ ഓടിയെത്തി. മുനി തീക്കട്ട പോലെയുള്ള കണ്ണുകൾ കൊണ്ട് അവളെ നോക്കി ശപിച്ചു, നിന്റെ സൗന്ദര്യം ഇല്ലാതെയായി പോകട്ടെ. നീ മനുഷ്യരെ തിന്നുന്ന ഭയങ്കരിയായ ഒരു രാക്ഷസിയായി മാറട്ടെ. മുനി താടകയുടെ മകൻ മാരീചനെയും ശപിച്ചു, നിന്റെ അമ്മയെപ്പോലെ നീയും രാക്ഷസനായി തീരട്ടെ. ശപിച്ച ശേഷം അഗസ്ത്യ മഹർഷി ആ കാട് വിട്ട് മറ്റൊരിടത്തേക്ക് തപസ് ചെയ്യാൻ പോയി. താടകയാകട്ടെ മുനിയോടുള്ള ദേഷ്യം കൊണ്ട് കാട്ടിലെ മൃഗങ്ങളെയും അതുവഴി പോകാനിടയായ മനുഷ്യരെയും തിന്നുകൊണ്ട് അവിടെ താമസിച്ചു. കാലക്രമത്തിൽ താടകയെ പേടിച്ച് ആരും ആ വഴിക്ക് പോകാതെയായി. കുറേ കാലത്തിന് ശേഷം അയോധ്യയിലെ രാജാവായ ദശരഥൻ്റെ മകൻ ശ്രീരാമനും അനുജൻ ലക്ഷ്മണനും കൂടി വിശ്വാമിത്ര മുനിയോടൊപ്പം ആ കാട്ടിൽ വരികയും മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് ശ്രീരാമൻ താടകയെ കൊല്ലുകയും ചെയ്തു. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.